Good morning students. Today we will study the new drug Lycopodium clavator. Lycopodium clavator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിക്കൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെമഡിയാണ്. അതായത് ഒരു ആൻറ്റിസോക്കോട്ടിക് ആൻഡ് ആൻറ്റിസോറിക് റെമഡിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോളിക്രസ്റ്റാണ്. അതായത് ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഫേൺ പ്ലാന്റ് ആണ്. ആ പ്ലാന്റിൻ്റെ പിക്ചറാണ് നമ്മളിതിൽ കാണുന്നത്, ഈ ഡയഗ്രത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇനേർട്ട് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ആ പ്ലാന്റിൻ്റെ സ്പോർസ്, അതിൻ്റെ ഒരു പൗഡർ പോലത്തെ സ്പോർസ്. ദാറ്റ് സ്പോർസ് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻ. അപ്പോൾ ഇത് ബേസിക്കലി ഈ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനേർട്ടായിട്ടുള്ള സബ്സ്റ്റൻസാണ്. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതീൻ്റെ ഒരു ആർട്ടാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. കാരണം വളരെ ഇനേർട്ടായിട്ട് ഒരു ഇനേറ്റീവായിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ത്രൂ ഡൈനമൈസേഷൻ അല്ലെങ്കിൽ ട്രൈച്ചുറേഷൻ വഴി നമ്മൾ വളരെ മാജിക്കൽ എഫക്റ്റുള്ള ഒരു ഡ്രഗായിട്ട് മാറ്റുകയാണ്. അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ലൈക്കോപോഡിയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നുണ്ട്, ദീസ് സബ്സ്റ്റൻസസ് ദാറ്റ് സീംസ് ടു ബി സോ ഇനേർട്ട് ഇൻ ദിയർ ക്രൂഡ് ഫോം കം ഔട്ട് സ്ട്രോങ്ങസ്റ്റ് വെൻ പൊട്ടൻറ്റൈസ്ഡ് ആൻഡ് ഫോം മെഡിസിൻ ഓഫ് വണ്ടർഫുൾ യൂസസ്. ഇതാണ് ലൈക്കോപോഡിയത്തിന് നല്ല ഒരു നമ്മുടെ മെഡിസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. കാരണം നമ്മളിപ്പോൾ വളരെ ഇനേർട്ടായിട്ടുള്ള ഒരു സാധനം പൊട്ടൻറ്റൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള എഫക്ട്സ് നമ്മൾ കിട്ടുകയാണ്. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഈ ക്ലാർക്കിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതാണ്. ലൈക്കോപോഡിയം ഈസ് വൺ ഓഫ് ദ പിവോട്ടൽ റെമഡീസ് ഓഫ് മെഡിക്ക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രഗാണ് ലൈക്കോപോഡിയം. സൾഫറിനെയൊക്കെ പോലെ തന്നെയുള്ളൊരു ഡ്രഗാണ് ലൈക്കോപോഡിയം. സൾഫറും ലൈക്കോപോഡിയം തമ്മിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ തന്നെ. ചിലവരൊരു കോഗ്നേറ്റ്സ് എന്ന് പറയും. അതായത് സൾഫർ, കാൽക്കേരിയ, ലൈക്കോപോഡിയം. അതായത് ചെയിൻ റെമഡീസാണ് സൾഫർ, കാൽക്കേരിയ ആൻഡ് ലൈക്കോപോഡിയം. സൾഫർ, കാൽക്കേരിയ, ലൈക്കോപോഡിയം. അപ്പോൾ ലൈക്കോപോഡിയം ഈസ് വൺ ഓഫ് ദ പിവോട്ടൽ റെമഡീസ് ഓഫ് മെഡിക്ക. ദ സ്പോർസ് ഫ്രം വിച്ച് ദ അറ്റിനേഷൻസ് ആർ മെയ്ഡ് ഫ്രം ഹാവ് ബീൻ കോൾഡ് വെജിറ്റബിൾ സൾഫർ. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് വെജിറ്റബിൾ സൾഫർ എന്നാണ്. കാരണം മഞ്ഞ കളറിലുള്ളൊരു പൗഡറാണ്, അതുകൊണ്ടാണ് അതിൻ്റെ പേര് വെജിറ്റബിൾ സൾഫർ. പിന്നെ എന്താണ്, ലൈക്കോപോഡിയം റാങ്ക്സ് വിത്ത് സൾഫർ ആൻഡ് കാൽക്കേരിയ ഇൻ ദ സെൻട്രൽ ട്രയോ അറൗണ്ട് വിച്ച് ഓൾ ദ റെസ്റ്റ് ഓഫ് മെഡിക്ക ക്യാൻ ബി ഗ്രൂപ്പ്ഡ്. വളരെ സൾഫറിനെയും കാൽക്കേരിയനെയും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിവോട്ടൽ ഡ്രഗ് ഇൻ അവർ മെഡിക്ക എന്നാണ് ക്ലാർക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഓൾഡ് സ്കൂൾ ദ ഫംഗ്ഷൻ ഓഫ് ലൈക്കോപോഡിയം ഹാസ് ഡിവിൽഡ് ഇൻ ടു ഇറ്റ്സ് യൂസ് ആസ് എൻ ഇനേർട്ട് കോട്ടിംഗ് ഫോർ പിൽസ് ആൻഡ് ഇനേർട്ട് പൗഡർ ഫോർ ഡസ്റ്റിംഗ് ഓൺ എക്സ്കോറിയേറ്റ് സർഫേസസ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് ഒരു പോളിക്രസ് ഡ്രഗായിട്ടാണ്. പക്ഷേ അലോപ്പത്തിക്കാർ ഇതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഉപയോഗിക്കുന്ന പിൽസിൻ്റെ ഒരു കോട്ടിങ്ങിനായിട്ടുള്ളൊരു ഇനേർട്ടായിട്ടുള്ള പൗഡർ, ഒരു ഇനേർട്ട് പൗഡറായിട്ടാണ് ഇതിൻ്റെ സ്പോർട്സിനെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ ഇനേർട്ടായിട്ടുള്ളൊരു പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് ലൈക്ക് നമ്മൾ ഡസ്റ്റിംഗ് പൗഡർ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, നൈസിൽ, കാൻഡിഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഡസ്റ്റിംഗ് പൗഡേഴ്സ്. അതായത് ആ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള വളരെ ഇനേർട്ടായിട്ടുള്ളൊരു പൗഡറാണ്. അതാണ് അലോപ്പത്തിയിൽ ഇതിൽ യൂസ്. ഇറ്റ് ഈസ് നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഡ്രഗിനെ പറ്റി നമ്മൾ ജനറലായിട്ട് പറയുകയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് ദ ബെസ്റ്റ് തെറാപ്യൂട്ടിക് റിസൾട്ട് ഫോർ ദിസ് ഗ്രേറ്റ് റെമഡി വിത്തൗട്ട് ആൻ ഇൻറ്റിമേറ്റ് നോളജ് ഓഫ് സർട്ടൈൻ ലീഡിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ മെഡിസിന് ചില ലീഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് തറോ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാനും ഈ മെഡിസിന് ഒരു ആക്ഷനും നമുക്ക് കിട്ടുള്ളൂ. ദ ലൈക്കോപോഡിയം വിൽ ക്യൂർ എനി കേസ് ഇൻ വിച്ച് ദ ടോട്ടാലിറ്റി ഓഫ് സിംറ്റം കറസ്പോണ്ട്സ് വിത്ത് ദ സിംറ്റംസ് ഓഫ് റെമഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ്. ഇപ്പോൾ ഒരു വളരെ ചെറിയൊരു ബോയിൽസ് തൊട്ടിട്ട് ഒരു വലിയ ക്യാൻസറസ് അഫക്ഷൻ വരെ നമുക്ക് ലൈക്കോപോഡിയം വെച്ച് ക്യൂർ ചെയ്യാം. പക്ഷേ എന്താണ്, അതിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അതിൻ്റെ സിംറ്റംസ് അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. വൺസ് അതിൻ്റെ ടോട്ടാലിറ്റി ഓഫ് സിംറ്റം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കേസ് ആണെങ്കിലും നമുക്ക് ഈ ലൈക്കോപോഡിയത്തിന് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് ക്യൂർ കിട്ടും. ബട്ട് ഇറ്റ് വിൽ ബി ഫൗണ്ട് ദാറ്റ് ഇൻ എ ലാർജ് പോർഷൻ ഓഫ് കേസസ് ഇൻ വിച്ച് this is the case, there will be present some symptoms which are peculiarly characteristic of the remedy, constituting what are called keynotes. Characteristic symptoms നമ്മൾ അതിൻ്റെ കീനോട്ട് വെച്ചിട്ട് keynote symptoms. And the practice on keynote symptom alone is an absurdity, but the right use of keynote symptom is an immense saving of labor. അപ്പോൾ കീനോട്ട് പ്രിസ്ക്രൈബിങ് ഒരു ഗുഡായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, ബട്ട് അത് കീനോട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൈക്കോപോഡിയത്തിൻ്റെ കീനോട്ട് ഫീച്ചേഴ്സ് മാത്രമാണ്. സോ കമ്മിങ് ടു ദ ലൈക്കോപോഡിയം പേഴ്സൺ. ഇപ്പോൾ ലൈക്കോപോഡിയം പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെക്യുലിയർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. എങ്ങനെയാണ് ലൈക്കോപോഡിയം പേഴ്സൺസ് ആർ ഇൻ്റലക്ച്വലി കീൻ ബട്ട് ഫിസിക്കലി വീക്ക്.
നല്ല ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഫിസിക്കലി അവർ വളരെ വീക്കായിരിക്കും. അതാണ് അവരുടെ പ്രത്യേകത. ഇൻ്റലക്ച്വലി കീൻ ആൻഡ് ഫിസിക്കലി ടു വീക്ക്. പിന്നെ അവരുടെ ബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ഇമാസിയേറ്റഡ് ആൻഡ് ദ ലോവർ പാർട്ട് ഈസ് സെമി ഡ്രോപ്സിക്കൽ. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഇമാസിയേറ്റഡ് മെലിഞ്ഞിരിക്കുമായിരിക്കും. താഴത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീർത്ത് തടിച്ചിരിക്കുന്ന സെമി ഡ്രോപ്സിക്കൽ അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ലൈക്കോപോഡിയത്തിൻ്റെ ലോവർ പോർഷനാണ് സെമി ഡ്രോപ്സിക്കലായിട്ടുള്ളത്. വേറെ പല ഡ്രഗ്സിനുണ്ട് നമ്മൾ ഈ ഇമാസിയേഷൻ പറയുന്നത്. അബ്രോട്ടാണ്, നാട്രമോർ, സാനിക്കുല, ട്യൂബർക്കുലം, അയഡം, അങ്ങനെ കുറേ എണ്ണത്തിനുണ്ട്. അവർ ഓരോന്നിനും ഓരോ സൈറ്റിലാണ് ഇമാസിയേഷൻ വരുന്നത്. ഇപ്പം ലൈക്കോപോഡിയത്തിൻ്റെ കേസാണെങ്കിൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ഇമാസിയേറ്റഡ് ആൻഡ് ലോവർ പാർട്ട് ഈസ് സെമി ഡ്രോപ്സിക്കൽ. ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് അപ്പർ പാർട്ട് നല്ല സെമി ഡ്രോപ്സിക്കൽ, നല്ല ഒബീസായിട്ടും ലോവർ പോർഷൻ മെലിഞ്ഞിരിക്കുന്ന ഒരു ഡ്രഗ് ഉണ്ട്. അതാണ് അമോണിയം മ്യൂറിയാറ്റിക്കം. ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ബോഡി മേക്കപ്പ്. അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ഇമാസിയേറ്റഡ് ആൻഡ് ദ ലോവർ പാർട്ട് ഈസ് സെമി ഡ്രോപ്സിക്കൽ. അതാണ് ലൈക്കോപോഡിയം. ആൻഡ് ദ പേഴ്സൺസ് ആർ ഇൻ്റലക്ച്വലി കീൻ ആൻഡ് ഫിസിക്കലി ടു വീക്ക്. ഇതിൻ്റെ സ്പിയേഴ്സ് ഓഫ് ആക്ഷൻ. ലൈക്കോപോഡിയം എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർട്ട്സ് വിത്ത് എല്ലാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ലൈക്കോപോഡിയത്തിൻ്റെ ഒരു മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാണ്. ലൈക്കോപോഡിയം സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ലെറ്റർ എല്ലാണ്. അപ്പോൾ ലങ്സിൽ ആക്ഷനുണ്ട്. ലിവർ ഇമ്പോർട്ടൻറ്റ് ലിവർ റെമഡിയാണ്. പോരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗ്യാസിന് അബ്ഡോമിനൽ ആക്ഷൻ അതുണ്ട്. അതിന് ലോവർ അബ്ഡോമിനലാണ് ആക്ഷൻ. നമ്മൾ 3 ഡ്രഗ്സാണ്. ഡ്രൈ ഓഫ് ഫ്ലാറ്റുലൻസ്, എന്താണ് കാർബോവെജ്, ചൈന, ലൈക്കോപോഡിയം. അതിനകത്ത് കാർബോവെജാണ് നമ്മൾ അപ്പർ അബ്ഡോമിനിൽ പറയുന്നത്. ലോവർ അബ്ഡോമിനിലാണ്. ലോവർ എന്ന് പറയുന്നത് എല്ലോ. ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ലോവർ അബ്ഡോമിനാണ്. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലായിട്ട്. അപ്പോൾ ഇതിനകത്ത് സ്പിയേഴ്സ് ഓഫ് ആക്ഷൻ ലങ്സ് ആൻഡ് ലിവർ അഫക്ഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഏജ് ഗ്രൂപ്പ്സ്. രണ്ട് ഏജ് ഗ്രൂപ്പ് വരും. എക്സ്ട്രീംസ് ഓഫ് ഏജ്, അതായത് എന്താണ് ചൈൽഡ്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. പിന്നെ ഈ ലൈക്കോപോഡിയം പേഴ്സണിൻ്റെ ഒരു കോംപ്ലക്ഷൻ, അവരുടെ അപ്പിയറൻസ്. ലൈക്കോപോഡിയം ഒരു ലിവർ റെമഡി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്കിന്നൊക്കെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളൊരു സാലോ സ്കിന്നായിരിക്കും. The complexion pale, dirty, unhealthy, sallow, thin with deep furrows and looks older than he is. Premature ആയിട്ടുള്ള സെനിലിറ്റി, അതായത് ഒത്തിരി ഏജ് ഉള്ള പോലെ തോന്നും. ഈവൻ ദോ അയാൾ യങ് ആണെങ്കിൽ പോലും ഹി ലുക്സ് ലൈക്ക് ആൻ ഓൾഡ് മാൻ. ഇങ്ങനെ തന്നെയുള്ള നമുക്ക് മെഡിസിനാണ് അർജൻറ്റം നൈട്രിക്കം. ഒരു ഓൾഡ് മാൻ്റെ അപ്പിയറൻസ് ആയിരിക്കും അർജൻറ്റം നൈട്രിക്കത്തിനും. ഇതേപോലെ തന്നെ ലൈക്കോപോഡിയം പേഷ്യൻസിനും ഒരു ഓൾഡ് മാൻ അപ്പിയറൻസ്. അപ്പോൾ ലൈക്കോപോഡിയം പേഷ്യൻറ്റിന് വേറെണ്ണം പറയുന്നത് ഇവരുടെ ഫോർഹെഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഇവരുടെ ഫോർഹെഡിനകത്ത് ഇങ്ങനെ എന്തുണ്ടാവും, ഈ ഫ്രൗണിങ് കൊണ്ട് തന്നെ ഒരു ലൈൻസ് ഉണ്ടാവും. ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വരയുള്ള ആൾക്കാരായിരിക്കും. ഫോർഹെഡിൽ ഇങ്ങനെ വരകളുണ്ടാവും. അത് പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് ഈ ഒരു ഫ്രൗണിങ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട്. സോ കോംപ്ലക്ഷൻ ഒരു യെല്ലോയിഷ്, സാലോ, ഡേർട്ടി, അൺഹെൽത്തി വിത്ത് ഡീപ്പ് ഫറോസ് ആൻഡ് ലുക്സ് ഓൾഡർ ദാൻ ഹീ ഈസ്. അത് പ്രിമച്വർ സെനിലിറ്റി. അർജൻറ്റം നൈട്രിക്കാണ് വേറെ ഡ്രഗ്. പിന്നെ എന്താണ് ഇതൊരു ഡീപ്പ് സീറ്റഡ് ആൻഡ് ക്രോണിക് ഡിസീസിനുള്ള ഡ്രഗാണ്. പിന്നെ ഇതിൻ്റെ സിംറ്റംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് അപ്പിയേഴ്സ് ഗ്രാജുവലി ഒരു പതോളജിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ലൈക്കോപോഡിയം. പിന്നെ ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ് ഇതിൻ്റെ ടൈം മൊഡാലിറ്റി. എന്താണ്, ഓൾ ദ കംപ്ലയിൻറ്റ്സ് ആർ അഗ്രവേഷൻ ഫ്രം 4 to 8 PM അഗ്രവേഷൻ. പിന്നെ ഇതിൻ്റെ സൈഡ് അഫക്ഷൻ, ഇതിൻ്റെ റൈറ്റ് സൈഡാണ് അഫക്ഷൻ. നമ്മൾ യൂഷ്വലി എല്ലാ ലിവർ റെമഡീസ് ഓർത്താൽ മതി, റൈറ്റ് സൈഡഡ് ആയിരിക്കും. അപ്പോൾ ലിവർ തന്നെ അഫക്ഷനുണ്ട്. അപ്പോൾ ലൈക്കോപോഡിയം എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് റെമഡിയാണ്. അപ്പോൾ ലൈക്കോപോഡിയത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ സൈഡ് അഫിനിറ്റീനെക്കാളും ഇതിൻ്റെ ഡയറക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ലൈക്കോപോഡിയത്തിൻ്റെ സിംറ്റംസ് ദാറ്റ് കംസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുക. അതിൻ്റെ സിംറ്റംസിൻ്റെ ഡയറക്ഷൻ ഓഫ് സിംറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് റൈറ്റ് ടു ലെഫ്റ്റ്. പിന്നെ എബവ് ഡൗൺവേർഡ്സ്, റൈറ്റ് ടു ലെഫ്റ്റും എബവ് ഡൗൺവേർഡ്സ് ആണ് ഇതിൻ്റെ സിംറ്റംസ് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു ഡയറക്ഷനുള്ള വേറെ ഡ്രഗാണ് ലാക്ടസിസ്. അതിൻ്റെ എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, മറന്നു പോയത്. ലാക്ടസിസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റും, ലൈക്കോപോഡിയം ഈസ് റൈറ്റ് ടു ലെഫ്റ്റ്. ആൻഡ് പെയിൻ ഗോസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, എസ്പെഷ്യലി ത്രോട്ട്, ചെസ്റ്റ്, അബ്ഡോമൻ, ലിവർ, ഓവറീസ് എക്സെട്ര. പിന്നെ എന്താണ്, ലൈക്കോപോഡിയം ഈസ് എ റൈറ്റ് സൈഡ് റെമഡി, ബട്ട് ഇറ്റ്സ് റൈറ്റ് സൈഡഡ്നെസ് ഈസ് നോട്ട് സോ ക്യാരക്ടറിസ്റ്റിക് ആസ് ദ ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ്. ഇൻ ദിസ് ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടു ലാക്ടസിസ്. ലൈക്കോപോഡിയത്തിൻ്റെ കോംപ്ലിമെൻ്ററി ഡ്രഗാണ് ലാക്ടസിസ്, ആൻഡ് വിച്ച് ഹാസ് ജസ്റ്റ് ആസ് ക്യാരക്ടറിസ്റ്റിക്കലി ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞാൻ പറഞ്ഞ സിംറ്റം തന്നെയാണ്. ഇനി ലൈക്കോപോഡിയം ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആൻഡ് ഇമാസിയേറ്റഡ് വിത്ത് വെൽ ഡെവലപ്ഡ് ഹെഡ് ബട്ട് പ്യൂണി സിക്ലി ബോഡീസ് ആയിരിക്കും. ലാർജ് ഹെഡഡ് വിത്ത് പ്യൂണി ബോഡീസ്. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, ഇവിടെ അപ്പർ പാർട്ടിൽ ഇമാസിയേഷൻ, ലോവർ പാർട്ട്
സെമി ഡ്രോപ്സിക്കലാണ്. പക്ഷേ കുട്ടികളുടെ കേസ് വരുമ്പോൾ ഇവരുടെ ഹെഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചിൽഡ്രൻ വിത്ത് ലാർജ് ഹെഡ് ആൻഡ് പ്യൂണി ബോഡി, അതായത് ഈ മാരാസ്മസ് ഒക്കെ പിടിച്ച പോലെ മെലിഞ്ഞ ബോഡി ആയിരിക്കും, പക്ഷേ ഹെഡ് ഇവരുടേത് ലാർജ് ആയിരിക്കും. പിന്നെ കുട്ടികളിലൊരു നല്ലൊരു സിംറ്റം തന്നെ, അമ്മമാർക്ക് ഇഷ്ടപ്പെട്ട സിംറ്റം ആയിരിക്കും. എന്താണ്, ചൈൽഡ് എന്തായാലും ഇറിറ്റേറ്റിംഗ് ആണ്, പക്ഷേ എന്ത് പറ്റും, ചൈൽഡ് ക്രൈസ് ഓൾ ദ ഡേ ആൻഡ് സ്ലീപ്സ് ഓൾ നൈറ്റ്. പകൽ മുഴുവൻ കരഞ്ഞ് ബഹളാക്കിയിട്ട് രാത്രി നല്ല ഉറക്കമുള്ള കുട്ടികളായിരിക്കും ലൈക്കോപോഡിയം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള 2 ഡ്രഗ്സ് ഉണ്ട്, അതായത് സോറിനം ആൻഡ് ജലാപ്പ. ഇത് എപ്പോഴും മാറിപ്പോവും. അപ്പോൾ സോറിനം ചൈൽഡ് എപ്പോഴും ഇറിറ്റേറ്റിംഗ് ആണ്, അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ ലൈക്കോപോഡിയം ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്രൈസ് ഓൾ ദ ഡേ ആൻഡ് സ്ലീപ്സ് ഓൾ നൈറ്റ്. അതാണ് ലൈക്കോപോഡിയം ചൈൽഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സോറിനം ആൻഡ് ജലാപ്പ. ലൈക്കോപോഡിയം ചൈൽഡിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം, ലാർജ് ഹെഡാണ്, ലാർജ് ഹെഡ് വിത്ത് പ്യൂണി ആൻഡ് സിക്ലി ബോഡീസ്. മരാസ്മസ് പോലെ ഇങ്ങനെ വീക്കായിട്ടുള്ള ബോഡീസ് ആയിരിക്കും. പിന്നെ ഇവരുടെ മെൻ്റൽ പിക്ചേഴ്സ്, ഇത് മെൻ്റൽ പിക്ചേഴ്സും ഇതെല്ലാം പറയുന്നത് ഇതിൻ്റെ കീ നോട്ട്സ് മാത്രമാണ്. ബാക്കി ഇതിൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഇതിൻ്റെ മെൻ്റൽ കീ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഫിയർ. നമ്മൾ ലൈക്കോപോഡിയത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ കവേർഡൈസ് ആണ്. ഒരു പേടിത്തൊണ്ടന്മാരായിരിക്കും കവേർഡൈസ്. അപ്പോൾ ഫിയർ, എയിൽമെൻറ്റ്സ് ഫ്രം ഫിയർ, ആങ്കർ, മോട്ടിഫിക്കേഷൻ ഓർ വെക്സേഷൻ വിത്ത് റിസർവ്ഡ് ഡിസ്പ്ലഷർ. ഡിസ്പ്ലഷറിൻ്റെ വേറെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഡ്രഗാണ് സ്റ്റാഫിസൈക്ലിൻ. അപ്പോൾ ഇവിടെ എയിൽമെൻറ്റ്സ് ഫ്രം ഫിയർ, കവേർഡൈസ് എന്ന് ഓർത്താൽ മതി. ലൈക്കോപോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീരുവായിരിക്കും, ഒരു പേടിത്തൊണ്ടനാണ് ലൈക്കോപോഡിയം പേഷ്യൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ പുറമെ വളരെ നല്ല ധൈര്യമുള്ള ആളെ പോലെ ആയിരിക്കും, പക്ഷേ ബേസിക്കലി ഇവരുടെ ഇൻറ്റേർണലി ഇവർ വളരെ ഒരു കവേർഡായിരിക്കും, ഫിയർ ഓഫ് ബീങ് അലോൺ ഒക്കെ ഉള്ള ആളാണ്. സോ എയിൽമെൻറ്റ്സ് ഫ്രം ഫ്രൈറ്റ്, ആങ്കർ, മോട്ടിഫിക്കേഷൻ, വെക്സേഷൻ വിത്ത് റിസർവ്ഡ് ഡിസ്പ്ലഷർ. ഇപ്പോൾ മെൻ്റൽ സിംറ്റംസ് നമ്മൾ എണ്ണ വിട്ട് തന്നെ പഠിക്കണം. അതിൽ വരുന്നതാണ് അവാരിഷ്യസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഈ വളരെ ഗ്രീഡി ആയിട്ട്, പിന്നെ മണി മൈൻഡ് ആയിരിക്കും, എല്ലാത്തിനും ഒരു മണി മൈൻഡ് ആയിരിക്കും. പിന്നെ വരുന്നത് ഇവരുടെ ഗ്രീഡി, അവാരിഷ്യസ്, പിന്നെ മൈസർലി. ലൈക്കോപോഡിയം പേഷ്യൻറ്റ് വളരെ മൈസർലിയാണ്, കുറച്ച് മാത്രം ചിലവാക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ആഴ്സാൽബ് പഠിച്ചിട്ടുണ്ട്, ആഴ്സാൽബിനെ പോലെ തന്നെ മൈസർലി ആയിരിക്കും. പിന്നെ മലീഷ്യസ്, വളരെ കണ്ണിങ് ആൻഡ് ക്രുക്കഡായിട്ടുള്ള ആൾക്കാരായിരിക്കും മലീഷ്യസ്. പിന്നെ വരുന്നൊരു സിംറ്റമാണ് പുസിലാനിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യമില്ല, ഒരു വീക്കായിട്ടുള്ള ഒരു ഡിസിഷൻ, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ഇങ്ങനെ ഒരു സ്ട്രോങ് അല്ലാത്ത ആൾക്കാർ, ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ മെൻ്റലി ഒരു ഫിറ്റില്ലാത്ത ആൾക്കാരിനെയാണ് നമ്മൾ എന്ത് പറയുക, പുസിലാനിമസ്. അപ്പോൾ മെൻ്റൽ പിക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഈ ടേംസ് തന്നെ യൂസ് ചെയ്യണം മൈൻഡ് ഡിസ്ക്രൈബ്. അപ്പോൾ അവാരീഷ്യസ്, ഗ്രീഡി, മൈസർലി, മലീഷ്യസ് ആൻഡ് പുസിലാനിമസ്. ഈ പുസിലാനിമസ് എന്ന് പറയുന്നത് ലൈക്കോപോഡിയത്തിലേ പറയുന്നുള്ളൂ, വേറെ ഡ്രഗിലൊന്നും കാണുന്നില്ല. ഈ സിംറ്റം ഇതേപോലെ തന്നെ മൈൻഡിൽ എഴുതി വെക്കണം. ഓക്കെ, പുസിലാനിമസ്, മലീഷ്യസ്, മൈസർലി, ഗ്രീഡി ആൻഡ് അവാരീഷ്യസ്. മൈൻഡൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. പിന്നെ ഇറിറ്റബിൾ ആയിരിക്കും. അടുത്ത സിംറ്റം പീവിഷ്. ദെൻ ക്രോസ് ഓൺ വേക്കിംഗ് ആണ് കേട്ടോ. അഗ്ലി, കിക്ക് ആൻഡ് സ്ക്രീം. കുട്ടി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് അമ്മേനെയൊക്കെ ഇങ്ങനെ ചവിട്ടുന്നുണ്ടാവും. അതാണ് ഈ കുട്ടികൾ കാണുന്നൊരു സിംറ്റം. അതായത് ക്രോസ് ഓൺ വേക്കിംഗ് ആണ്, നോട്ട് വാക്കിംഗ്. ക്രോസ് ഓൺ വാക്കിംഗ് ആൻഡ് ദെൻ വേക്കിംഗ് ആണ്. ദെൻ അഗ്ലി, കിക്ക് ആൻഡ് സ്ക്രീം, ഈസിലി ആങ്കേർഡ്, ദെൻ കനോട്ട് എൻഡ്യൂർ ഓപ്പോസിഷൻ ഓർ കോൺട്രഡിക്ഷൻ. ആരുമായിട്ടും അയാളെ ഒപ്പോസിഷൻ അയാൾക്ക് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് എൻഡ്യൂർ ഒപ്പോസിഷൻ ഓർ കോൺട്രഡിക്ഷൻ, ദെൻ സീക്സ് ഡിസ്പ്യൂട്ട് ആൻഡ് ഈസ് ബിസൈഡ് ഹിംസെൽഫ്. വെറുതെ ഇങ്ങനെ വഴക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സീക്സ് ഡിസ്പ്യൂട്ട് ആൻഡ് ഈസ് ബിസൈഡ് ഹിംസെൽഫ്. പിന്നെ വേറൊരു സൈഡാണ് ഇതിൻ്റെ. വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. വീപ്സ് ഓൾ ദ ഡേ ആൻഡ് കനോട്ട് കാം ഹിംസെൽഫ്. നമ്മൾ പൾസാറ്റിലും സ്റ്റാനമെറ്റിലും അങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട്, വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ഡ്രഗാണ് വീപ്സ് ഓൾ ദ ഡേ ആൻഡ് കനോട്ട് കാം ഹിംസെൽഫ്. പിന്നെന്താണ്, വെരി സെൻസിറ്റീവ് ആൻഡ് ഈവൻ ക്രൈസ് വെൻ ടാങ്ക്ഡ്. വെരി സെൻസിറ്റീവ്, ഈവൻ ക്രൈസ് വെൻ ടാങ്ക്ഡ്. പിന്നെ എന്താണ് അടുത്ത സിംറ്റം, ഡ്രെഡ് ഓഫ് മെൻ ആൻഡ് ഡ്രെഡ് ഓഫ് സോളിറ്റ്യൂഡ് പറയുന്നത്. ഡ്രെഡ് ഓഫ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടാണ്. ഡ്രെഡ് ഓഫ് മെൻ ആൻഡ് ഓഫ് സോളിറ്റ്യൂഡ്. പിന്നെ ഇറിറ്റബിൾ, മെലങ്കോളി ആൻഡ് ഫിയർ ഓഫ് ബീങ് അലോൺ. ഫിയർ ഓഫ് ബീങ് അലോണിൽ വേറെ മെഡിസിൻ ഉള്ളത് ബിസ്മത്ത്, കാലിക്കാർപ്പൊക്കെ, ലില്ലിയൻ ടിക്ക്. ഫിയർ ഓഫ് ബീങ് അലോൺ. ദെൻ നമുക്ക് പറഞ്ഞൊരു ക്യാരക്ടറിസ്റ്റിക്കിൽ പറഞ്ഞത് കീനോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ടത് അതിൻ്റെ 4 to 8 PM അഗ്രവേഷൻ,
പിന്നെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡഡ് ആണെന്നുള്ളത് അതിൻ്റെ ക്യാരക്ടർ സിംറ്റമാണ്. അതിന് എസ്പെഷ്യലി അതിൻ്റെ ഡയറക്ഷൻ സിംറ്റംസ് ഗോസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അതേപോലെ തന്നെയുള്ളൊരു പിന്നെ മെൻ്റൽ സിംറ്റംസ് ആണ് പറഞ്ഞത്, അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കീനോട്ടാണ് ഫാൻ ലൈക്ക് മോഷൻ ഓഫ് അലൈനൈസി. ഇത് നമ്മൾ ആൻറ്റീൻ്റെ ആർട്ടിൽ കാണും. അപ്പോൾ ലൈക്കോപോഡിയത്തിനും ക്യാരക്ടറിസ്റ്റിക് ആണ് ഫാൻ ലൈക്ക് മോഷൻ ഓഫ് അലൈനൈസി. പിന്നെ കറ്റാറ, നേസൽ കറ്റാറയിനകത്ത് ഡ്രൈ നോസ് സ്റ്റൗപ്പ്, നമ്മൾ സാംബൂക്കസിനും അമോണിയം കാർബൺ അക്സോമിക്കൊക്കെ പറഞ്ഞ പോലെ കുട്ടികളിലുണ്ടാകുന്ന ഈ സ്നഫിൾസ്, അതായത് സ്റ്റോപ്പ്ഡ് നോസ് അറ്റ് നൈറ്റ് ആൻഡ് മസ്റ്റ് ബ്രീത്ത് ത്രൂ മൗത്ത്. സ്നഫിൾസ് ചൈൽഡ് സ്റ്റാർട്ട്സ് ഫ്രം സ്ലീപ്പ് റബ്ബിങ് ഇറ്റ്സ് നോസ്. ഇതാണ് കുട്ടികളിലുണ്ടാകാത്ത സ്നഫിൾസ്. അതർ റെമഡീസ് അമോണിയം കാർബൺ നെക്സോമിക് ആൻഡ് സാംബൂക്കസ്. അപ്പോൾ നമ്മുടെ ആൻറ്റിൻ്റെ ആർട്ടിൽ ലൈക്കോപോഡിയത്തിൻ്റെ ഈ സ്നഫിൾസിൻ്റെ കൂടെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ലൈക്ക് മോഷൻ ഓഫ് അലൈനൈസി. ദെൻ ഈ സൈനസൈറ്റിസിന് ഒരു ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ്. ഈ ഇങ്ങനെ ഡ്രൈ ആയിരിക്കും നോസ് ഫുള്ളായിട്ട്. ദ റൂട്ട് ഓഫ് ദ നോസ് ആൻഡ് ഫ്രോണ്ടൽ സൈനസസ് ക്രസ്റ്റ് ആൻഡ് ഇലാസ്റ്റിക് പ്ലഗ്സ്. കാലിബൈക്കിലാണ് ആ സിംറ്റങ്ങൾ. പിന്നെ ഡിഫ്തീരിയയുടെയൊക്കെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനാണ്. സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സസ് ബ്രൗണിഷ് റെഡ് ഡെപ്പോസിറ്റ് സ്പ്രെഡ്സ് ഫ്രം റൈറ്റ് ടോൺസിൽ ടു ലെഫ്റ്റ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലാക്കസിസ് ഓർ ഡിസെൻസ് ഫ്രം നോസ് ടു റൈറ്റ് ടോൺസിൽ. അതായത് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം എബവ് ഡൗൺവേർഡ്സ് ആൻഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ലാക്കസിസും ഇതേപോലെ ഇവിടെ ഡിസെൻഡാണ് ചെയ്യുന്നത്, അതായത് നോസിൽ നിന്ന് താഴോട്ടാണ്. പക്ഷേ താഴെ നിന്ന് മുകളിലോട്ട് അസെൻഡ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്, അതാണ് ബ്രോമിയം. അഗ്രവേഷൻ ആഫ്റ്റർ സ്ലീപ്പ് ആൻഡ് ഫ്രം കോൾഡ് ഡ്രിങ്ക്സ്. അഗ്രവേഷൻ ആഫ്റ്റർ സ്ലീപ്പാണ് ലാക്കസിസിൽ, പക്ഷേ ലാക്കസിസിനെ സംബന്ധിച്ച് എന്താണ് അഗ്രവേഷൻ ഫ്രം വാം ഡ്രിങ്ക്സ് ആണ്. അതാണ് ലാക്കസിസും ലൈക്കോപോഡിയം കോംപ്ലിമെൻ്ററി ഡ്രഗ്സ് ആണ്. കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ലൈക്കോപോഡിയം അതിൻ്റെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്കോപോഡിയം ഈസ് റൈറ്റ് സൈഡഡ് ആൻഡ് ലാക്കസിസ് ഇസ് ലെഫ്റ്റ് സൈഡഡ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ലൈക്കോപോഡിയം, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലാക്കസിസ്. ലൈക്കോപോഡിയത്തിനെ സംബന്ധിച്ച് വാംത്ത് അമിലറേഷനാണ്. വാം ഡ്രിങ്ക്സ് വാം ഫുഡൊക്കെ ക്രേവിങ് ആയിരിക്കും. പക്ഷേ ലാക്കസിസിനെ സംബന്ധിച്ച് വാം ഫുഡ് അല്ലെങ്കിൽ വാം ഡ്രിങ്ക്സ് അഗ്രവേഷനാണ്. ദെൻ അടുത്തത് നമ്മൾ ലൈക്കോപോഡിയം GIT സിംറ്റത്തിന് കൊടുക്കുന്നതാണ് ഈ പെപ്റ്റിക് ഡിസോർഡേഴ്സ്, ആസിഡ് പെപ്റ്റിക് ഡിസീസസിൽ. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് ബേൺസ് അതെല്ലാം. ഇപ്പോൾ സവറാണ് ഇവിടെ എല്ലാം. എവറിത്തിങ് ടേസ്റ്റ് സവർ, ഇറക്റ്റേഷൻ, ഹാർട്ട് ബേൺ, വാട്ടർ ബാഷ്, ഷവർ, വെൽച്ചിങ് എല്ലാം തന്നെ സവറായിരിക്കും. പിന്നെ ഇവരുടെ ഹങ്കർ എന്ന് പറഞ്ഞാൽ കനൈൻ ഹങ്കറാണ്. ഭയങ്കര ഫുഡ് ഇമ്മൻസ് ക്രേവിങ് ഫോർ ഫുഡാണ്. പക്ഷേ ഇവർക്ക് എന്താണ് ഈസി സറ്റേറ്റി. അപ്പോൾ ഗ്രേറ്റ് ഹങ്കർ വിത്ത് ഈസി സറ്റേറ്റി. ഭയങ്കര അപ്പഡേറ്റൊക്കെ ആയിട്ട് വന്നിട്ടിരിക്കും. പക്ഷേ അത് കുറച്ച് കഴിക്കുമ്പോഴത്തേന് ഒരു ഫ്യൂ മൗത്ത് ഫുൾസ് കഴിക്കുമ്പോൾ തന്നെ ഇവർക്ക് സറ്റേറ്റി വരികയാണ്. അതാണ് ലൈക്കോപോഡിയം പേഷ്യൻറ്റ്. കനൈൻ ഹങ്കർ, ദ മോർ ഹി ഹീറ്റ്സ് ദ മോർ ഹി ക്രേവ്സ് ആൻഡ് ദ ഹെഡ് ഏക്ക് ഇഫ് ഡസ് നോട്ട് ഈറ്റ്. അതേപോലെ തന്നെ ഇയാൾ ടൈമിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ലൈക്കോപോഡിയം പേഷ്യൻ്റ് ആണെങ്കിൽ അയാളൊരു ജസ്റ്റ് ഒരു മീൽ സ്കിപ്പ് ചെയ്യുമ്പോൾ അയാൾക്ക് ഹെഡ് ഏക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കനൈൻ ഹങ്കർ, ദ മോർ ഹി ഹീറ്റ്സ് ദ മോർ ഹി ക്രേവ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ എന്തുണ്ട്, ദ മോർ ഹി ഈറ്റ്സ് ദ മോർ ഹി ക്രേവ്സ് ആൻഡ് ഹെഡ് ഏക്ക് ഇഫ് ഡസ് നോട്ട് ഈറ്റ്. പക്ഷേ ഇയാൾക്കൊരു പ്രോബ്ലം ഉണ്ട്. അയാൾക്ക് എന്താണ് ഈവൻ ഫ്യൂ മൗത്ത് ഫിൽസ് കഴിക്കുമ്പോഴത്തേനും അയാൾക്ക് ഈസി സറ്റൈറ്റി. The gastric affection, excessive accumulation of flatulence and constant sensation of satiety and good appetite. But a few mouthfuls fills up the throat and he feels bloated, fermentation in the abdomen with loud grumbling, croaking, especially lower abdomen. Lycopodium lower abdomen, upper abdomen carbovich, entire abdomen syna. And the fullness is not relieved by belching. Fullness is not relieved belching. Fullness is not relieved by belching. കീനോട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ലൈക്കോപോഡിയത്തിൻ്റെ ഇത് കീനോട്ട് മാത്രമാണ് പറയുന്നത്. ലൈക്കോപോഡിയത്തിൻ്റെ GITൻ്റെ പറഞ്ഞു. അതിനകത്ത് കുറേ ഫ്ലാറ്റുലൻസ് ഉണ്ട്, എല്ലാം സവറായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ലോവർ അബ്ഡമിനിലാണ് അഫെക്ഷൻ. ഇനി കോൺസ്റ്റിപ്പേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിപ്പേഷൻ പറയുന്നത് ഒരു ഏജാണ്. കോൺസ്റ്റിപ്പേഷൻ സിൻസ് പ്യൂബർട്ടി അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ സിൻസ് ലാസ്റ്റ് കൺഫൈൻമെൻറ്റ്. വേറൊരു സിംറ്റം ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എവേ ഫ്രം ഹോം. Constipation when away from home, and പിന്നെ constipation of infants, constipation with ineffectual arching, പിന്നെ rectum contracts and protrudes during stool, developing piles. Contracts and protrudes during stool and developing piles ആണ് പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ്റെ ഓർക്കണം സിൻസ് പ്യൂബർട്ടി ആൻഡ് സിൻസ് ലാസ്റ്റ് കൺഫൈൻമെൻറ്റ് ആൻഡ് വെൻ അവേ ഫ്രം ഹോം. യൂറിൻ, ലൈക്കോപോഡിയത്തിൻ്റെ യൂറിൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റീനൽ കാൽക്കുലിക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു നല്ല റിസൾട്ടുള്ള മെഡിസിനാണ് ലൈക്കോപോഡിയം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സാൻഡ് ഇൻ ദ യൂറിൻ, റെഡ് സെഡിമെൻറ്റ്സ് ഇൻ ദ യൂറിനാണ്. റെഡ് സാൻഡ് ഇൻ ദ യൂറിൻ ഓൺ ചൈൽഡ്സ് ഡയപ്പർ ആൻഡ് ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷൻ. ലൈക്കോപോഡിയം ചൈൽഡ് ആണെങ്കിൽ ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷൻ ക്രൈ ചെയ്യുന്ന വേറെ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറാക്സ് ആൻഡ് സെർസാപ്രിലാണ്. ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷൻ ഈസ് ബോറാക്സ് ആൻഡ് സെർസാപ്രില.
Then pain in back is relieved by urination. Amelioration after urination. Before urination ഇവർക്ക് aggravation ആണ്. അത് ഇവരുടെ amelioration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ യൂറിനേഷൻ. അതായത് ബാക്ക് പെയിൻ ഈസ് റിലീവ്ഡ് ബൈ യൂറിനേഷൻ. നമ്മൾ പല ഡ്രഗ്സിന് ഇപ്പോൾ ജൽസീമിയത്തിനാണെങ്കിൽ ഹെഡ് ഏക്ക് ഈസ് റിലീവ്ഡ് ബൈ യൂറിനേഷൻ. സൈലീഷ്യ ജൽസീമിയ എങ്ങനെ ഹെഡ് ഏക്ക് ഈസ് റിലീവ്ഡ് ബൈ യൂറിനേഷൻ. ഇവിടെ സംബന്ധിക്കുന്നത് ഹെഡ് ഏക്ക് അല്ല, ഇവിടെ എന്താണ് ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ ഈസ് റിലീവ്ഡ് ബൈ യൂറിനേഷൻ. റീനൽ കോളിക് എന്ന് പറയുന്നത് ഇതിൽ റൈറ്റ് സൈഡഡ് കോളിക്. റൈറ്റ് സൈഡഡ് റെമഡിയാണ് റൈറ്റ് സൈഡഡ് കോളിക്. ഇനി മെയിൽസിലെ സിംറ്റംസ് പറഞ്ഞു. ഇത് വരുന്നതാണ് ഇമ്പോർട്ടൻസി ഓഫ് യങ് മാൻ ഫ്രം മൊണാനിസം ഓർ സെക്ഷൽ എക്സസ്. ഈ യങ്ങർ ഏജിൽ അവർ ഒത്തിരി സെക്ഷൽ എക്സസ് നടത്തിയിട്ട് വൺസ് മാരേജ് ലൈഫ് ഒക്കെ റീച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു മിഡിൽ ഏജ് ആകുമ്പോഴത്തേനും അവർക്ക് ഇമ്പോർട്ടൻസി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ലൈക്കോപോഡിയം പേഷ്യൻസ്. പിന്നെ ഇമ്പോർട്ടൻസി വിത്ത് സ്ട്രോങ് ഡിസയർ ബട്ട് ഇംപെർഫെക്റ്റ് ഇറക്ഷൻ ആൻഡ് ഫോൾസ് അസ്ലീപ് ഡ്യൂറിങ് എംബ്രേസ് പ്രിമച്ചുർ എമോഷൻസ്. ഫീമെയിൽ സിംറ്റംസ് ഡ്രൈനെസ് ഓഫ് വജൈന ക്യാരക്ടറിസ്റ്റിക് ആണ് ആൻഡ് ബേണിംഗ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ കോഷൻ. അല്ലെങ്കിൽ വേറെ മെഡിസിൻ ലൈസിൻ. ഡ്രൈനെസ് ഓഫ് വജൈന മെയിൽസിൽ ഇമ്പോർട്ടൻസി, ഫീമെയിൽസിൽ ഡ്രൈനെസ് ഓഫ് വജൈന. പിന്നെ ഫൈസോമെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റസ് ഫ്രം വജൈന, ഡിസ്ചാർജ് ഓഫ് ഫ്ലാറ്റസ് ഫ്രം വജൈനയാണ് ഫൈസോമെട്ര. ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ഫ്രം ജെനൈറ്റൽസ് ഡ്യൂറിങ് എവറി സ്റ്റൂൾ. ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ഫ്രം ജെനൈറ്റൽസ് ഡ്യൂറിങ് എവറി സ്റ്റൂൾ. ദെൻ ഫീറ്റസ് ടേൺസ് സോമർസോൾട്ട്. അതായത് ഫീറ്റസ് വയറ്റുന്ന ഇങ്ങനെ മലക്കം പറയുന്ന പോലെയുള്ളതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഫീറ്റസ് ടേൺസ് ടു ബി ടേണിങ് സോമർസോൾട്ട്സ്. പിന്നെ ഹെർണിയയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ്. എസ്പെഷ്യലി ഏത് സൈഡായിരിക്കും, റൈറ്റ് സൈഡാണ്. നമുക്ക് ഇതേപോലെ ഹെർണിയയിൽ ആക്ഷനുള്ള മെഡിസിനാണ് നെക്സോമിക്ക. അപ്പോൾ റൈറ്റ് സൈഡഡ് ഹെർണിയാണ് ഇതിൽ ലൈക്കോപോഡിയം ആൻഡ് ഹാസ് ക്യൂർഡ് മെനി കേസസ് എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. ദെൻ ന്യൂമോണിയ എന്തായിരുന്നു, സൈഡ് റൈറ്റ് സൈഡാണ്. അപ്പോൾ ഇത് ന്യൂമോണിയ അഫക്റ്റ് ചെയ്യുന്നതും റൈറ്റ് സൈഡിനാണ്. എസ്പെഷ്യലി ബേസ് ഓഫ് ലങ് ആയിരിക്കും. നെഗ്ലക്റ്റഡ് ഓർ മാൽട്രീറ്റഡ് ആൻഡ് ബേസ് ഓഫ് റൈറ്റ് ലങ് ഇൻവോൾവ്ഡ് എസ്പെഷ്യലി ആൻഡ് ടു hasten the absorption or expectorations. Then cough deep hollow even raising mucus in large quantities affords little relief. അതാണ് ക്യാരക്ടറിസ്റ്റിക്. ഈവൻ റേസിങ് എ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മ്യൂക്കസ് അഫോർഡ്സ് ലിറ്റിൽ റിലീഫ്. പിന്നെ ലൈക്കോപോഡിയം പേഷ്യൻസിന് സ്നഫിൾസ്, നോസിൽ സ്നഫിൾസ് ഉണ്ടാവും. ഡ്രൈ നോസ് ആയിരിക്കും. പിന്നെ ഈ ക്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവരുടെ ഫാൻ ലൈക്ക് മോഷൻ ഓഫ് ഫെലനീസി. അതിൻ്റെ കൂടെ തന്നെ ന്യൂമോണിയ ഉണ്ടാവും. ന്യൂമോണിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഓഫ് റൈറ്റ് ലങ്ങിലാണ് അഫെക്ഷൻ. ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫ് ഡീപ്പ് ഹോളോ ഈവൻ റേസിങ് മ്യൂക്കസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് മ്യൂക്കസ് റേസ് ചെയ്താലും ഇവർക്ക് ദേ വിൽ ഗെറ്റ് ഓൺലി എ ലിറ്റിൽ റിലീഫ്. പിന്നെ അവരുടെ ഒരു വേറെ ഇത് കീനോട്ട്സ് ആണ്. 1 foot hot and other cold. അതിൽ നമ്മൾ കുറേ മെഡിസിൻ ഉണ്ട്. ഡിജിറ്റാലിസ്, സിങ്കോണ, എപ്പിക്കാക്ക് ഒക്കെ ഉണ്ട്. 1 foot hot and other is cold. അത് ഇറ്റാലിക് ആൻഡ് ബോൾഡ് ലെറ്റർ സിംറ്റം ആണ്. 1 foot hot and other is cold. പിന്നെ ഞാൻ പറഞ്ഞു ലൈക്കോപോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹംഗ്രി ആയിട്ടുള്ള പേഷ്യൻ്റാണ്. ദ മോർ ഹീ ഹീറ്റ് ദ മോർ ഹീ ക്രേവ്സ്. ബട്ട് ദർ ഈസ് ഈസി സറ്റൈറ്റി. പിന്നെ വേക്കിംഗ് അറ്റ് നൈറ്റ് ഫീലിംഗ് ഹംഗ്രി, സിന, സോറിനും അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഇവർക്ക് വേറൊരു മൊഡാലിറ്റിയാണ് അമിലറേഷൻ ഫ്രം അൺകവറിങ്. അതായത് ഇവരുടെ എല്ലാ സിംറ്റത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിലറേഷൻസ് ഫ്രം വാംത്ത് അമിലറേഷൻ. പക്ഷേ എക്സെപ്റ്റ് ഹെഡ് സിംറ്റംസ്. അത് നമ്മൾ ആഴ്സാൽബിനും അങ്ങനെ തന്നെയാണ്. ആഴ്സാൽബിന് നമ്മൾ എല്ലാ സിംറ്റംസും അമിലറേഷൻ ബൈ വാംത്താണ്. പക്ഷേ ഹെഡ് സിംറ്റം എന്ന് പറയുന്നത് റിലീഫ്ഡ് ബൈ കോൾഡാണ്. ഇതേപോലെ തന്നെയാണ് ലൈക്കോപോഡിയത്തിൽ അമിലറേഷൻ ഫ്രം അൺകവറിങ്. ദിസ് ഈസ് ജനറൽ ബട്ട് ഇറ്റ് applies to suffering in head more particularly. Then പക്ഷേ സൈലീഷ്യ പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും, ഹെഡ് എപ്പോഴും കവറിങ് ആണ് അവർക്ക് ഡിസയർ. കവറിങ് അമിലറേഷൻ വരുന്നതാണ് സൈലീഷ്യ പേഷ്യൻറ്റ്. പക്ഷേ ലൈക്കോപോഡിയം പേഷ്യൻ്റ് ആണെങ്കിൽ അൺകവറിങ് ആണ്. ഇഫ് എ പേഷ്യൻറ്റ് കംപ്ലയിൻസ് ഓഫ് ഹെഡ് ഏക്ക് നോ മാറ്റർ ഓഫ് വാട്ട് കൈൻഡ് and if the headache is distinctly ameliorated by taking off the hat or other covering, lycopodium will probably the remedy എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And this is the great dividing line between this remedy and silesia. Another great headache medicine. In silesia cases, the patient must wrap up the head. അങ്ങനെയാണ് സൈലീഷ്യനെയും ലൈക്കോപോഡിയത്തിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇനി റുമാറ്റിക് അഫെക്ഷൻ ഇതിനകത്തൊരു മോഷൻ അമിലറേഷൻ പറയുന്നുണ്ട്. ലൈക്കോപോഡിയം പേഷ്യൻറ്റിന് മോഷൻ അമിലറേഷനാണ്. ലൈൻ ഡൗൺ അഗ്രവേഷനാണ്, പക്ഷേ മോഷൻ അമിലറേഷൻ നമ്മുടെ റെസ്റ്റോക്സിനെ പോലെ തന്നെ. ഇൻ റുമാറ്റിക് പെയിൻസ് ആൻഡ് അതർ സഫറിംഗ് ലൈക്കോപോഡിയം പേഷ്യൻറ്റ് ഈസ് അമിലറേറ്റഡ് ബൈ മോഷൻ ആൻഡ് ദ വാംത്ത് ഓഫ് ദ ബെഡ് and relieved from motion, and he will keep tossing all night. The headache is worse from lying down and from warmth of the room, and better in cold air and from motion, until he moved and exercised sufficiently to become heated, when the headache become worse. It is quite an important thing to remember concerning lycopodium, because it may constitute a distinguishing features.
ലൈക്കോപോഡിയത്തിന് വാംത്ത് അമിലറേഷനാണ്, എക്സെപ്റ്റ് ഏതാണ് ഹെഡേക്ക് ഇസ് അമിലറേഷൻ നോട്ട് അഗ്രവേഷൻ ബൈ വാംത്ത് ആണ്. ഹെഡേക്ക് അമിലറേഷൻ ബൈ വാംത്ത് ആണ്. ബാക്കി എല്ലാ സിംറ്റംസും വാംത്ത് അമിലറേഷനാണ്. പിന്നെ അൺകവറിങ് അവർക്ക് അമിലറേഷനാണ്. അതേപോലെ തന്നെ അമിലറേഷൻ ഫ്രം എക്സസൈസ് അല്ലെങ്കിൽ മോഷൻ അമിലറേഷനാണ്. ദ ഹെഡ് സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം വാം റാപ്സ് ആൻഡ് വാം ബെഡ്. ലൈക്കോപോഡിയം പേഷ്യൻറ്റിൻ്റെ വേറെ GIT നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു സിംറ്റമാണ് ദ ലൈക്കോപോഡിയം പേഷ്യൻറ്റ് കനോട്ട് ഈറ്റ് ഓയിസ്റ്റേഴ്സ്. ഈ കല്ലുമ്മക്കായ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അവർക്ക് GIT അപ്സെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്കിൻ കംപ്ലയിൻ്റ് ഒക്കെ ആയിരിക്കും. സോ ലൈക്കോപോഡിയം പേഷ്യൻറ്റ് കനോട്ട് ഈറ്റ് ഓയിസ്റ്റേഴ്സ്, ദേ മേക്ക് ഹിം സിക്ക്. അതിനകത്ത് പല ഇൻടോളറൻസ് ഉണ്ട്, അതിനകത്ത് പറഞ്ഞുതരാം. അപ്പോൾ ലൈക്കോപോഡിയത്തിന് ഇൻടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഓയിസ്റ്റേഴ്സാണ്. ദെൻ ഒണിയൻസ് ആർ പോയിസൺ ടു തൂജ പേഷ്യൻറ്റ്. അതേപോലെ ഓക്സാലിക് ആസിഡ് പേഷ്യൻറ്റിന് സ്ട്രോബെറീസ്. അപ്പോൾ ഓക്സാലിക് ആസിഡാണ് സ്ട്രോബെറി, തൂജയ്ക്ക് ഒണിയൻ, ലൈക്കോപോഡിയത്തിന് ഓയിസ്റ്റേഴ്സ്. ഇതിനകത്ത് മൊഡാലിറ്റി പറയാം. എന്താണ്? നിയർലി ഓൾ ദ ഡിസീസ് ആർ അഗ്രവേഷൻ ഫ്രം 4 to 8 PM. ഇപ്പോൾ ഹെലിബോറസ് അതേപോലെ തന്നെയാണ്, 4 to 8 PM അഗ്രവേഷനാണ്. അമിലറേഷൻ ഫ്രം വാം ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആൻഡ് ഫ്രം അൺകവറിങ് ദ ഹെഡ് ആൻഡ് ലൂസിങ് ദ ഗാർമെൻറ്റ്സ്. നമ്മൾ ലൂസിങ് ദ ക്ലോത്ത്സ് നമുക്ക് ലൈക്കോപോഡിയം പോലെ തന്നെ ലാക്സസിലുള്ള സിംറ്റമാണ്. പക്ഷേ ലാക്സസിന് അഗ്രവേഷൻ ഫ്രം വാംത്താണ്. ലാക്സസ് ലെഫ്റ്റ് സൈഡിലാണ്. ഈ ലൈക്കോപോഡിയം നമുക്ക് ഈ കീനോട്ട്സ് ഒന്നൊരു ഗ്ലാൻസ് ആയിട്ട് നോക്കുക. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ L സ്റ്റാൻഡ്സ് ഫോർ ലിവർ ആൻഡ് ലങ് അഫെക്ഷൻ ആൻഡ് ലോവർ അബ്ഡമിനിലെ കംപ്ലൈൻറ്റ്സ്. ഇതാണ് L നമുക്ക്. പിന്നെ നമുക്ക് ഈ ലൈക്കോപോഡിയത്തിൻ്റെ Y, യങ് പീപ്പിൾ ലുക്ക് ഓൾഡർ ദാൻ ഹീസ്. ഞാൻ പറഞ്ഞു ലൈക്കോപോഡിയം പേഷ്യൻസിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? ഓൾഡർ ദാൻ ഹീസ്, ഒരു പ്രീ സെനൈലായിരിക്കും. പിന്നെ അവരിൽ കാണുന്നത് അവരുടെ ബോഡിയുടെ മേക്കപ്പാണ്. അതായത് അപ്പർ പാർട്ട് ഈസ് ഇമാസേറ്റഡ് ആൻഡ് ദ ലോവർ പാർട്ട് ഈസ് സെമി ഡ്രോപ്സിക്കൽ. ആൻഡ് ദ പേഷ്യൻസ് ആർ ലൈക്കോപോഡിയം പേഷ്യൻസ് എങ്ങനെയാണ്? ദേ ആർ ഇൻ്റലക്ച്വലി കീൻ ആൻഡ് ഫിസിക്കലി ടു വീക്ക്. പിന്നെ ക്രേവിങ് ഫോർ ഫുഡ് വിത്ത് ഈസി സറ്റൈറ്റിങ്. ദ മോർ ഹീ ഈറ്റ് ദ മോർ ഹീ ക്രേവ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇഫ് ഹീ ഈസ് നോട്ട് ഈറ്റിംഗ് ഹീ വിൽ ബി ഹാവിങ് ഹെഡ് ഏക്സ്. പിന്നെ ഓപ്പോസിഷൻ കനോട്ട് ടോളറേറ്റ്, അത് മൈൻഡിലുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്കാണ്. നെക്സ്റ്റ് പീപ്പിൾ ഇൻ്റലക്ച്വലി കീൻ ആൻഡ് ഫിസിക്കലി വീക്ക്. പിന്നെ വൺ ഫുഡ് ഹോട്ട് ആൻഡ് അതർ കോൾഡ്, ചൈന, എപ്പിക്കാക്ക്, ഇതൊക്കെ സിംറ്റമുള്ളതാണ്. പിന്നെ ഡ്രെഡ് ഓഫ് മെൻ ആൻഡ് സോളിറ്റ്യൂഡ്, ഫിയർ ഓഫ് ബീങ് അലോൺ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസ്മത്ത്, കാലികാർബിനൊക്കെ ഉണ്ട്, ഫിയർ ഓഫ് ബീങ് അലോൺ. ദെൻ ഇമ്പോർട്ടൻസി, മെയിൽസിൽ ഇമ്പോർട്ടൻസിയാണ്. അതെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ഓണാനിസം അങ്ങനത്തിൻ്റെയൊക്കെ ഇതായിട്ട് കോൺസിക്വൻസ് ആയിട്ട് അവർക്ക് ലേറ്റർ ലൈഫിൽ ഇമ്പോർട്ടൻസി ഉണ്ടാകുന്നതാണ്. ഇമ്പോർട്ടൻസി വിത്ത് സ്ട്രോങ് സെക്ഷൽ ഡിസയർ ആണ്. പിന്നെ യൂറിനകത്ത് റെഡ് സെഡിമെൻറ്റ്, ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷൻ ആണ്. ആൻഡ് ബാക്ക് ഏക്ക് ഈസ് റിലീവ്ഡ് ബൈ യൂറിനേഷൻ. ദെൻ മോസ്റ്റ്ലി റൈറ്റ് സൈഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ലൈക്കോപോഡിയത്തിൻ്റെ കീനോട്ട് സിംറ്റം. ഇത് എല്ലാവരും പഠിച്ചെടുക്കുക. നെക്സ്റ്റ് ഡേ ഇതിൻ്റെ നമുക്കിതിൻ്റെ ഡ്രഗ് പിക്ചർ ഉണ്ടാവും. ഓക്കെ.